കടലോളം സങ്കടങ്ങൾ മനസ്സിലിങ്ങനെ അലയടിക്കുന്നുണ്ടെങ്കിലും ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഒരുമിച്ചിരുന്ന് കുറച്ചധികം ചിരിക്കുകയും ചിന്തിക്കുകയും തമാശകൾ പറയുകയും ലൈഫിനൊരു കിക്ക് ഒരു സ്റ്റാർട്ട് കിട്ടുകയും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ക്യാമ്പിലോട്ട് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് പോയതാണ്. വി ട്രിപ്സിൻ്റെ ക്യാമ്പിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുണ്ട്. പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഒരു സേഫ്റ്റി ഇഷ്യൂസോ അതല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വലിയ വൈബൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആവും കേട്ടോ. ഈവൻ ചാച്ചു എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു മുത്താണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത്. എൻ്റെ പേര് റിയാസ് എന്നാണ് കേട്ടോ. റിയാസിൻ്റെ ഉമ്മയാണ് ആയിരിക്കുന്നത്. ഫസീല എന്നാണ് ഓളെ പേര്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളുടെ ബാക്കിലിരിക്കുന്ന ഒക്കെ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ തന്നെയായിരുന്നു കേട്ടോ. വി ട്രിപ്സിൻ്റെ കൂടെ വന്നിട്ടുള്ള ക്യാമ്പിന് വന്നിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു. ആക്ച്വലി ക്യാമ്പ് എന്ന് പറയുന്നത് കുറേ ആക്ടിവിറ്റീസും ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മളതിനെ റിഫ്രഷ് ആക്കാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിടയ്ക്കിടയ്ക്ക് എൻ്റെ പഴയ നെഗും അതേപോലെ ട്രോമകളൊക്കെ ട്രിഗർ ആവുന്നതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വല്ലാണ്ട് ഇൻവോൾവ് ആവാനൊന്നും പറ്റിയില്ല. ബട്ട് ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. എന്തോ ഒരു ഫോറസ്റ്റിലേക്ക് പേടിയല്ല റോക്ക് പോയിന്റ് റോക്ക് പോയിന്റ് കാണാൻ എത്ര ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നീഡിൽ റോക്ക് പോയിന്റ് നമ്മൾ നടന്ന് പോകുന്നതാണ് ഗൈസ്. അങ്ങോട്ട് നോക്കണം, ആ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. വേടാ പോടാ ചാച്ചു, നമുക്ക് പോവാം. നമ്മൾ ഞാൻ നടക്കണില്ല ഈ എത്രങ്ങാനും പോണെന്നൊക്കെ. ഇപ്പൊ കാണാണ്ട് ടയറക്കുറെ ഏറ്റവും പൊന്നെ ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടാ. വരുന്നുണ്ട് വരും ഒക്കെ വരുമായിരിക്കും. ഒരു രക്ഷയില്ലാത്ത പ്ലേസ് കേട്ടാ. നീഡിൽ റോക്ക് പോയിന്റിന്റെ എക്സാക്റ്റ് വ്യൂ അറിയാൻ വേണ്ടിയിട്ട് ആ തുഞ്ചാര തലപ്പത്ത്, അതായത് ആ ഒരു പാറയുടെ ഏറ്റവും ടോപ്പിൽ കയറി കാണാനുള്ള ആവേശത്തിലായിരുന്നു ഞാൻ. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ സ്കേർട്ട് എന്നെ വല്ലാണ്ട് ചതിച്ച് ഗൈസ്. കാലൊന്ന് തന്നെ നമ്മൾ വീഴുന്നത് ഒരു കൊക്കയിലോട്ടോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് റിസ്ക് എടുത്തില്ല. പിന്നെ തിരിച്ചിറങ്ങിട്ടോ ആവേശമൊക്കെ മാറ്റി വെച്ച്. തുടക്കം തന്നെ വലിയൊരു ഹിൽ ടോപ്പിലോട്ട് കയറാനുള്ളൊരു പ്ലാനായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ തന്നെ അമേസിങ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. പക്ഷേ കൂടെയുള്ള ഒരുപാട് ആൾക്കാരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ചാച്ചോ നീ പറ, അതിൻ്റെ മേലെ ഞാൻ താഴോട്ട് പോകണം എന്താ പറയുക ആൾക്കാർ? മരിച്ചു എന്ന് പറയോ? മകളും കുത്തിയിട്ട് ഓള് അങ്ങനെയല്ല അറിയാ ഗൈസ്. അടിപൊളി വ്യൂ ഗൈസ്. ഇതിൻ്റെ മേലെ ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ വരുമ്പോൾ എനിക്ക് ചെറിയൊരു ഭ്രാന്ത് വരാറുണ്ട്. അതായിട്ട് കണ്ടാൽ മതി. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ഉണ്ടല്ലോ അമേസിങ് ആണ്. കാണിച്ചു തരാം കേട്ടോ. ക്യാമറ റൊട്ടേറ്റ്. ഇവിടെ ഒരു ചാച്ചു ഉണ്ട് കേട്ടോ. ചാച്ചു സ്മെൽ പ്ലീസ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള ആരോഗ്യം നമ്മുടെ ക്യാമറാമാനും ഇല്ലാത്തതുകൊണ്ട് മാത്രം കട്ട്. ഈ ഒരു പാറൻ്റെ കുറച്ചും കൂടെ കയറിയതേ അവന്മാർ നിൽക്കുന്ന ആ സ്പോട്ടിലെത്തും. ആ ഒരു സ്പോട്ടിൽ ഒരു ആട്ടുംകുട്ടി ഉണ്ട്. ആ ഒരു സ്പോട്ടിലിട്ട് എന്താ പറയുക എയിം ചെയ്തിട്ട് പോയതായിരുന്നു. പിന്നെ ഞാൻ അതിനേക്കാൾ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഇത്രയും ഭംഗി എൻ്റെ ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യത്തിലുള്ള ഡൗട്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഏടാ നൈസാടാ, ഇവിടെ നോക്ക്. എന്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത കാഴ്ച. നീ എന്നെ മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്? കാഴ്ചയൊന്നും കാണുന്നില്ലേ? കാഴ്ചയൊന്നും കാണുന്നില്ല. സ്വർഗം. തണുപ്പൊരു രക്ഷയില്ല കേട്ടോ. തണുത്തിട്ടാണ് എല്ലാവരും ഇങ്ങനെ ഫ്രീസായി പോകുന്നുണ്ടായിരുന്നു. ഊട്ടി ക്ലൈമറ്റ് ഹാർഡ് മക്കൾ. ഈ പാറിൻ്റെ താഴെ കൊക്കയാണ് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട്. ഉയരം പേടിയുള്ള ആൾക്കാർക്കൊക്കെ പേടി മാറ്റാൻ നല്ലൊരു വഴി കേട്ടത്. ഇതാണ് ഗൈസ് പ്രോപ്പർട്ടി. ആക്ച്വലി എന്തുവാണോ വാവ് പറയാനുള്ളതില്ല. ഇതല്ലേ ഇതെന്താ താജ്മഹൽ പള്ളിയാണോ? എന്താണ് ചെറുക്കണ്ടേ? ചെറുക്ക ഇന്നവിടെ പറഞ്ഞോ.
ഇനി പറ ഇനി പറ. ഇതിൽ എത്ര ആൾക്കാർ വീട്ടിൽ പറയേണ്ടി വന്നിട്ടുണ്ട്? വീട്ടിലോ? ഇറക്കിന് ചെക്കൻ. ഹലോ ഗൈസ്, ചെക്കൻ വിറയ്ക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഊട്ടി എത്തി ഗൈസ്. എന്താ എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞു. എന്തെങ്കിലും പറയണം നിന്റെ അടുത്ത്. ഇപ്പം പറഞ്ഞില്ലേ ഇപ്പൊ ഹലോ ഗൈസ് ഊട്ടി എത്തി ഗൈസ്. ബാക്കി അടുത്തെന്താ? തണുത്തിട്ട് വിറയ്ക്കുന്നുണ്ട് ഗൈസ്. ഹേ ഗൈസ്, തണുക്കാണ്. വീഡിയോ കാണിക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ് നമ്മൾ കാണിക്കുന്നത്. പ്രശസ്ത ഇൻഫ്ലുവൻസർ റാഫിയ. ഇൻഫ്ലുവൻസർ ആണ് അല്ലേ? റാഫി പ്രശസ്ത ഇൻഫ്ലുവൻസർ ആണ്. എനിക്ക് നല്ല കണ്ടുപരിചയമുണ്ടായിരുന്നു. പ്രശസ്ത ഇൻഫ്ലുവൻസർ ആഷിഫ്. സെലിബ്രിറ്റി. അതാ പ്രശസ്ത ബിസിനസ്. എന്റെ കട്ട് ചെയ്ത് കണ്ടിട്ട് എന്നോട് പറയണേ. 10-12 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് എല്ലാവരും നല്ലോണം ടയേർഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആകെ ഒരാശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ പഴംപൊരിയും ചായയൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ വന്ന് നമ്മൾ എല്ലാവരും പാടെ ഒരു ഭാഗത്തിരുന്ന് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ തുടങ്ങിയപ്പോൾ എല്ലാവരും ഒന്ന് ഓക്കെ ആയി കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലാണ്ട് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസമാണ് ബാക്കി വീഡിയോസിൻ്റെ കളിയൊക്കെ സ്റ്റാർട്ടാക്കിയത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്നലെ നമ്മൾ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹാസിഫ്, അയ്യോ സോറി പേര് വിട്ടുപോയി. കുറേ ആൾക്കാരുടെ പേരുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയതാണ്. കിഡിലും തണുപ്പുണ്ട്, നല്ല വെയിലുണ്ട്. ബാ നടക്കാം. ഇതിനെ പറ്റി പറയാം. ഗോൾഡൻ ടെമ്പിളിന്റെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം, അതാ നല്ലത്. ആക്ച്വലി ഇത് ഗോൾഡൻ ടെമ്പിൾ അല്ല ഗൈസ്. ഇത് അബു ബാബാജി മന്ദിർ എന്ന് പറയുന്ന ഒരു സ്പോട്ടാണ്. കുറേ ആൾക്കാർ മണിയടിക്കാനായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഏത് അമ്പലത്തിലോട്ടാണ് പോയെന്നുള്ളത്. ഇവിടെ ഇത് അമ്പലമല്ല കേട്ടോ. ആക്ച്വലി അമ്പലം മാത്രമല്ല, അബു വിശ്വ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്റ്റോറി ഉണ്ട് ഇവിടെ. ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് റെസ്പെക്ട് ഓൾ റിലീജിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇവിടെ. അതായത് നമ്മുടെ അടുത്ത് റസൂൽ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ മതത്തിൽ വിശ്വസിക്കുകയും ബാക്കിയുള്ള മതത്തെ എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് എക്സാക്റ്റ് ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ കേട്ടോ. ഇവിടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ചർച്ചുണ്ട്, അതുപോലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് അമ്പലമുണ്ട്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പള്ളിയുണ്ട്. ഇവിടെ ഏത് മതസ്ഥർക്കും മതം ഇല്ലാത്ത ആൾക്കാർക്കും വരാട്ടോ, വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ പ്രാർത്ഥിക്കാൻ ആര് വന്നാലും വരുന്നവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ട സൗകര്യം ഇവിടെ ഉണ്ട്. മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഉണ്ട്. മതം ഇല്ലാത്ത ആൾക്കാർ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കാണാനുള്ള കുറേ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആ ഒരു രീതിയിലും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഇന്നലെ ഇവിടെയാണ് ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഭയങ്കര രസകരമായിട്ട് തോന്നിയ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഒരു സൈഡിൽ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ ഹിന്ദു ഐതിഹ്യ പുരാതന കഥാപാത്രങ്ങളും മറ്റൊരു സൈഡിൽ ക്രിസ്ത്യൻസിൻ്റെ കുറച്ച് പുരാതന കഥാപാത്രങ്ങളുമായിട്ടുള്ള ഇങ്ങനെ കുറേ ഓരോ ചില്ലുംകൂട്ടിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ മെയിൻലി വന്നിട്ടുണ്ടായിരുന്നത് ക്യാമ്പിൻ്റെ ഫൺ ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യാനായിരുന്നു. ഒരു മിനിറ്റ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിരിക്കും പറയുക. ഇതില് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരങ്ങൾ തന്നെ കിട്ടണമെന്നില്ല, പറയുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ എനിക്ക് അതേപ്പറ്റി അറിയില്ല, സോറി, ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനത്തുള്ള സാധനങ്ങൾ പറയാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് ഒരു മിനിറ്റ് സംസാരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കാരണം ഇയാളുടെ ബുദ്ധി. അപ്പം ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എത്ര ഇംഗ്ലീഷ് വേണം പറയാം കേട്ടോ. ഞാൻ ഓക്കെ, അപ്പൊ റെഡി 1 2 3 സ്റ്റാർട്ട്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ. വൈദ്യുതി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വസ്ത്രം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, തേക്കണമെങ്കിൽ എന്ത് വേണം? ഇസ്തിരി പെട്ടി വേണം. മനസ്സിലാകുന്നില്ല? വേറെ ഒരു കാര്യം പറയട്ടെ, ഈ രണ്ടു വാക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും ഒരു വിടാം. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ അല്ല, സപ്തമ സാമൂഹിക മാധ്യമം. ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്നത്തെ തലമുറ
ഒന്ന് രണ്ട് ഗെയിമിലൊക്കെ ഞാൻ അവിടെ ഇരുന്ന് കൊടുത്തിരുന്നു കേട്ടോ. അതായത് എനിക്ക് ഓക്കെ ആവാൻ പറ്റും, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ തന്നെ എൻ്റെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ച് ഞാൻ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആങ്സൈറ്റി ഇഷ്യൂസും അതുപോലെ എൻ്റെ മൂഡ് സ്വിങ്സൊന്നും ഒന്നിനും എന്നെ സമ്മതിക്കുന്നുണ്ടായില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി നേരെ കുറച്ച് നൂഡിൽസൊക്കെ മേടിച്ച് നിന്ന് ഭക്ഷണം കഴിച്ച സങ്കടങ്ങൾ തീർത്ത് ആക്ച്വലി മൈഗ്രെയിൻ നല്ലപോലെ ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു, നല്ലപോലെ തലവേദന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലഞ്ച് കഴിച്ചതായിരുന്നു. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് കഴിച്ച ശേഷം എനിക്ക് ഒരു മൂഡ് സ്വിങ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നല്ലപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഉള്ള ബ്രൗണിയും അതുപോലെ ഒരു കോഫിയൊക്കെ കുടിച്ച് അന്ന് റോഡിൽ കൂടെ പൈൻ ഫോറസ്റ്റിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ എനിക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇറങ്ങണം എന്നുള്ളത്. പക്ഷെ ഞാനെടുത്ത നല്ലൊരു മണ്ടൻ തീരുമാനമായിരുന്നു ഇത്. ആക്ച്വലി ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങി പൈൻ ഫോറസ്റ്റൊക്കെ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് കയറുന്ന സമയത്ത് എൻ്റെ തലയിൽ അകത്ത് എന്തോ ഒരു സാധനം എൻ്റെ ഏതാ നമ്മുടെ ചെവി കൂടെ കയറി തലേൻ്റെ ഉള്ളിൽ മൊത്തം വണ്ട് കയറി എങ്ങനെ ഉണ്ടാവും, അത് കൂട്ട് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നല്ലോണം പേടിച്ചിട്ട് മൂക്കുന്ന ബ്ലഡ് വരുമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ മൈൻഡ് മൊത്തത്തിൽ മാറി. എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വീട് പിടിച്ചാൽ മതി എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ കോഴിക്കോട് പോയിട്ട് പിന്നെ നമ്മൾ ടോക്കിയോയിൽ പോടെടുക്കാനോ അല്ലെങ്കിൽ ക്യാപ്സൂൾ എടുക്കാനോ ഒന്നും നിന്നില്ല. നമ്മൾ നേരെ വണ്ടി എടുത്ത് രാത്രി തന്നെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. രാവിലെ പുലർച്ചെ ഉമ്മ തഹജ്ജുദ് നിസ്കരിക്കാൻ ഏറ്റപ്പോഴേക്കും ഞാൻ വീടെത്തി. അങ്ങനെ അൽഹംദുലില്ലാ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.